എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി പറഞ്ഞത് പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ഇനി ഇത് പറഞ്ഞാൽ അടിച്ച് ചേപ്പിക്കല്ലേ ഞാൻ പൊളിക്കും. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാഗ്രാം തുറന്നാല് എന്ത് തുറന്നാലും ആദ്യം വരുന്ന ഇത് തന്നെ, മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര. ആ യാത്ര നേരെ ഇങ്ങോട്ട് തിരിച്ചു. ഓക്കെ, എന്റർടൈൻമെന്റ് കീടെ ഈ കിഴി എപ്പിസോഡാണ്. സോറി ഗായ്സ്, ഇതിങ്ങനെ കേട്ട് 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 ഇപ്പോ അതങ്ങ് മനസ്സിൽ പതിഞ്ഞു പോയി. ഹേ പ്രഭു. അതെ, പക്ഷെ അതിനകത്ത് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഹേ പ്രഭു എന്ന് വിളിച്ചിട്ട് ആ സാധനം വരുമ്പോഴേക്കും ഒരു പ്രത്യേക രസമാണ്. ഇത് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ആണല്ലേ, നിങ്ങള് റീൽസ് ഓളികൾക്ക് ഇഷ്ടപ്പെട്ടു? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ട്രെൻഡ് മുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിഴി എപ്പിസോഡിലേക്ക് കടക്കാം. അതിന് മുൻപ് മസനഗുഡി വഴിയാണ് സഞ്ചരിച്ചതാ. ടൈലാണല്ലോ, എടുത്തോ. അല്ലേ, ഊട്ടി പോ, നമ്മളിവിടെ ചായ കുടിക്കാവോ ഊട്ടിക്കാ വന്നേ? പിന്നെ അല്ല, അപ്പോഴാണ് മസനഗുഡി വഴി പോകുന്നത്. കുറച്ച് ഓവറായോ അത്? ഇത് സത്യല്ലേ, ഊട്ടിക്ക് ചായ കുടിക്കാൻ പോകുന്നത്? ഊട്ടിയല്ല, കൂടുതൽ കുറയട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞാൽ നാട് കാണി വഴിക്കടവ് പോകുന്നു. പിന്നെ നമ്മളിവിടെ തന്നെയാണ്. ഫസ്റ്റ് കിഴി സൈറൻ. നമ്മുടെ ജയൻ രവി നായകനാവുന്ന സിനിമ. സിനിമ ഡയറക്റ്റ് OTT റിലീസ്. ഞാനും ആലോചിക്കുന്നുണ്ട്. നല്ല പൈസ ഉണ്ടാവും. ജനുവരി 26 ZEE5 ഓക്കെ. സംഭവം എന്തായാലും നല്ല ഓഫർ കിട്ടിയിട്ടുണ്ടാവാം. തിയേറ്ററിൽ നിന്ന് എന്തായാലും അത്ര കിട്ടൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാവാം. എന്തായാലും OTT-യിൽ വരുന്നു. ചിലപ്പോൾ അതിനുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ടാവുള്ളായിരിക്കും. ഒരു OTT റിലീസ് സിനിമയ്ക്കുള്ളത് ഉണ്ടാവുള്ളായിരിക്കും. ഒരു കൈദിയാണ്, കൈദി മോഡൽ സിനിമ ആയിരിക്കുമോ? എന്തായാലും കീർത്തി സുരേഷാണ് നായികയായിട്ട് വരുന്നത്. പിന്നെ അനുപമ പരമേശ്വരനും ഉണ്ട്. അതെ, 26 നമുക്ക് തിയേറ്ററിൽ പോകാണ്ടിരുന്ന് കാണാലോ. അതെ, നമുക്ക് എന്തായാലും റിവ്യൂ ഇടാം. പിന്നെന്താ. യെസ്, അടുത്ത കിഴി മലയാളി ഫ്രം ഇന്ത്യ. മസനഗുഡി ഊട്ടിയൊക്കെ ഇന്ത്യ തന്നെയല്ലേ? അല്ലടാ, ശ്രീലങ്ക അല്ലേ, പറയാൻ പറ്റൂലേ. ലോകത്തുള്ള റീൽസ് എല്ലാം കാണുമോ? അതല്ലളിയാ, ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോകാൻ സാധ്യത ഉണ്ട്. മസനഗുഡി ഊട്ടി ഞങ്ങൾ ഇവിടെ ആയിരുന്നു, ഞങ്ങളൊന്ന് മാറി നിന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടെ ഒരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതായത് ടീസർ ട്രെയിലർ ഒന്നും ഈ സിനിമക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് നിരാശ, ഞങ്ങൾക്ക് വളരെ നിരാശകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതെ, ഇവരൊരു പ്രൊമോ വീഡിയോ പുറത്തിട്ടുണ്ടായിരുന്നു, അത് ഗംഭീരമായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു. സാഡ് ന്യൂസ്. പിന്നെ ഈ ചിത്രത്തിൽ 6 സോങ്ങാണുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ചെയ്യാൻ പോകുകയാണെന്നുള്ളതാണ്. അത് ഈ ആഴ്ചയിൽ ഷൂട്ട് തുടങ്ങും. ഒരു പ്രൊമോ സോങ്. അതായത് 6 സോങ് ഉള്ളതിനകത്ത് 2 സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഔട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഫെബ്രുവരി 2 റിലീസ് പ്ലാനിങ്ങിൽ നടക്കുന്നത്. കൺഫേം ആയിട്ടില്ല, ഒഫീഷ്യലി അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. അടുത്തത് മത്സരമല്ലേ? മത്സരമുണ്ടോ? മത്സരമേ ഉള്ളൂ. കീഴ് തുടങ്ങിയപ്പോഴേ മത്സരമാണല്ലോ. കൽക്കി. ഞാൻ മസനഗുഡി വഴി ആ ഊട്ടിയിൽ പോയി നിന്നോളാം. സിനിമയുടെ ഒഫീഷ്യൽ വഴിക്കണ് പോയിക്കോളാം. ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്, കൽക്കി മെയ് 9. യെസ്, പോസ്റ്റർ അതെ, കിഡിലൻ പോസ്റ്റർ. നമ്മൾ 6000 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ സഞ്ചരിക്കാൻ പോകുന്നത് കൽക്കിയിലേക്ക്. പൊളിക്കും നമ്മൾ. പൊളി. അപ്പോൾ കൽക്കി ഒരു ഞെട്ടിക്കലുണ്ടാവും. നാഗശ്വിനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. റെബൽ സ്റ്റാർ പ്രഭാസ് നായകനാവും. എന്തായാലും ആളെ വെടിപ്പായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോസ്റ്റർ ആയാലും നല്ല അടിപൊളി ഒരു പോസ്റ്റർ. അതെ. അടുത്ത കിഴി ജയ് ഗണേഷ്. നമ്മുടെ ഉണ്ണിമൂന്നൻ നായകനാവുന്ന സിനിമയാണ്. രഞ്ജിത് ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഡബ്ബിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത സൂപ്പർ ഹീറോ മൂവി അല്ലേ? ആള് വീൽ ചെയറിലാണ്. ഓക്കെ, ഇത് മസനഗുഡിയും വഴി വന്നു, അത് ഊട്ടിക്കും പോയി. ഓക്കെ, സൂപ്പർ ഹീറോ മൂവി അതന്നെ. അതായത് നമ്മുടെ മാവീരനൊക്കെ പോലെ ഒരു ഐറ്റം അല്ലേ? അടുത്തത് ബ്രഹ്മയുഗം. മസനഗുഡി വഴി സിനിമയുടെ
സിനിമയുടെ റിലീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8-ാം തീയതി ആയിരിക്കും എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റം വരുന്നു എന്നാണ് കേൾക്കുന്നത്. ഫെബ്രുവരി 15-നോ 16-നോ റിലീസിനെത്തും എന്നാണ് ഇതുവരെ അറിയാൻ പറ്റിയ കാര്യങ്ങൾ. അടുത്ത കിഴി അതിൽ അധികം പറഞ്ഞു കൊടുത്താലേ ചെറുക്കൻ കയറി കൊളുത്തും. ഇപ്പോഴേ കൊളുത്തി നിൽക്കുകയാണ്. മസനഗുടി വഴി ആ കാട്ടിലേക്ക് കയറല്ലേ, പുലിയൊക്കെ കുടിച്ച് തിന്നട്ടെ, അത് നല്ലത്. അങ്ങനെ പുലിയെങ്കിലും രക്ഷപ്പെടുത്തും. പുലി പക്ഷെ ഒഴിവാക്കും. വേണ്ട വേണ്ട മാറി നിൽക്കുക. പല രാജവന്മാർ അവിടെ അപ്പുറത്തൊരു രാജവന്മാരുണ്ട്, അതിൻ്റെ അടുത്ത് പോയിക്കോ. അത് റീഫിൽ ചെയ്യാൻ നിൽക്കുകയാണ്, വിഷം റീഫിൽ ചെയ്യാൻ നിൽക്കുകയാണെന്ന്. ഓക്കെ അടുത്ത കീഴേ. എന്താ നീ ചിരിക്കണ്ട, എന്റെ വിഷം തികയാതെ തന്നാ നിന്നെ ഞാൻ കൊണ്ടുപോകും. ഒരാളെ കൂടി കിട്ടുമോ ബ്രോ, എന്നെ വിളിച്ചിട്ടേ ബ്രോ ഒരാളെ കൂടി കിട്ടുമോ? എന്റെ ഫ്രണ്ട് ഉണ്ട് ഒരുത്തൻ, നല്ല വിഷമാണ്. ഞാൻ ആദ്യം തന്നെ അവനെ നിറച്ചിട്ടുണ്ടായിരുന്നു, വെരി ടോക്സിക് ആണെന്ന്. ആ അതായിരിക്കും ആ രാജവന്മാർക്ക് അറിയാമായിരുന്നു അല്ലേ. ഓക്കെ അടുത്ത കീഴ്. വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ എന്തേ കുഴപ്പമില്ലാന്നുള്ളോ? വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ നമ്മുടെ അജു വർഗീസ് ഉണ്ട്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ ആളുടെ ക്യാരക്ടർ ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഇവർ. ഇതേ പോസ്റ്റർ റീയൂണിയൻ ഉറപ്പിച്ചു. അതായത് ഇത്ര ഏജിലുള്ള കാണിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഇത് തന്നെ പഴയ കാലഘട്ടമാണ്. എന്താണ് അവ പറയാൻ പോകുന്നില്ലേ? അടുത്തത് അജയന്റെ 2ാം മോഷണം. ARM സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഐശ്വര്യ രാജേഷ് ചോദി ക്യാരക്ടർ നെയിം. ഞാൻ എന്താ കേട്ടത് അറിയോ? ചോദിക്ക് കാണിക്കാന്നില്ല, ചോദി ആ ചോദ്യമല്ല, ഈ ചോദ്യം ആളുടെ ക്യാരക്ടർ നെയിമാണ് ചോദി. ഓക്കെ അതെ ചോദി. ഓക്കെ അടുത്ത കീഴ്. പവറിന് പറച്ചിലിനൊക്കെ ഒരു പവറൊക്കെ ഉണ്ട്, പക്ഷെ സത്യം എന്താ കാര്യം? അടുത്തത് എബ്രഹാം ഓസ്ലർ. എബ്രഹാം ഓസ്ലർ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ 2,88 CR. അതായത് കിങ് ഓഫ് കൊത്തക്ക് നേരെ താഴെ. അതായത് നേരിനെയും കണ്ണൂർ സ്കോഡിനെയൊക്കെ ഫസ്റ്റ് ഡേ കളക്ഷനിൽ വെട്ടിച്ചു. ജയറാം ജയറാം. ഓക്കെ ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, അതായത് ഇളക്കി മറിച്ചു കൊണ്ടുവന്നു. ജയറാം നായകനായ ഒരു സിനിമയുടെ കളക്ഷൻ ഇതുവരെ ഇത്രയും ഇത്രയും ഹൈപ്പുള്ള സിനിമ ജയറാമിന് വന്നിട്ടില്ല. നമ്മുടെ കരിയറിൽ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും മമ്മൂക്കയുടെ ഇൻട്രോ നമ്മൾ റിവ്യൂവിൽ പറയാതിരുന്നതാണ്. കാരണം ആ സിനിമയുടെ ഏക സ്പോയിലറായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അതിൻ്റെ ആ ഒരു ഇൻട്രോ സീനായിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് തിയേറ്ററിൽ തന്നെ മിസ്സാവാണ്ടിരുന്ന് കാണേണ്ട ഒരു സാധനം. അത് നമ്മൾ നേരത്തെ ഭയങ്കര ഇമ്പാക്ട് ആണ് ആ വരവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പക്ഷെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് തോന്നി അത് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും ആ ഒരു ഇൻട്രോ സീൻ ഉണ്ടല്ലോ തിയേറ്റർ കിടുക്കി. അത് എല്ലാവരും എണീറ്റൊക്കെ നിന്നിട്ടില്ലേ, ചാടിയിട്ട്. ഞങ്ങളിങ്ങനെ അതിങ്ങനെ ഇതിന് മുൻപ് കണ്ടുള്ളത് എന്താണെന്നറിയോ? ഭീഷ്മപർവ്വത്തിന് ഇത്ര ഇല്ല. പിന്നെ ഭീഷ്മപർവ്വത്തിന് ആ സ്റ്റെയർ ഇറങ്ങി വരുന്ന ഒരു സാധനം സംഭവമുണ്ട്, പക്ഷെ ഇത്രയ്ക്കും ഭീകരമായിട്ടില്ല. ഇല്ല, അതായത് എനിക്ക് തോന്നിയത് വിക്രം സിനിമയിൽ റോളക്സിനെ കണ്ടപ്പോൾ, അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയില് സൂര്യണ്ട് എന്ന് അറിഞ്ഞാൽ പോലും എവിടെ എന്ത് എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. അതുപോലെ തന്നെയാണ് ഓസ്ലറിൽ നമുക്ക് ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോലും എവിടെ എങ്ങനെ എന്ത് എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു ആൾ വില്ലനായിട്ടുള്ളതാണ്, അതിന് സംശയമൊന്നുമില്ല, മാറ്റം വന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ മറ്റേ ഉദയനാട് താരത്തിൽ സലീംകുമാർ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇത്. ഇതിന് മുന്നേ തിയേറ്ററിൽ ഇരുന്ന് വിളി തുടങ്ങിയിട്ടുണ്ട്, ഓരോരുത്തരെ കാണിക്കുമ്പോൾ വിളിച്ചു പറയുന്ന ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം മമ്മൂക്കനെ കാണിക്കുന്നു, അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് കാണിക്കും. അത് എന്തൊരു മേക്കിംഗ് ആണ്. ആ ഒരു BGM, ആ സാഹചര്യത്തിലുള്ള BGM, പിന്നെ ആളുടെ ലുക്ക്, ഒരു രക്ഷ. കൊടൂരം എന്ന് പറഞ്ഞാൽ ഭീകരം. അതിന് ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ബിൽഡപ്പ് ഉണ്ട്. അതെ, എന്താണത്. പിന്നെ അതേ സമയത്ത് സ്ലോ മോഷനിൽ ജയറാമിന്റെ ഓട്ടം അതും കൂടി അങ്ങോട്ട് വരുമ്പോ തന്നെ സൂപ്പറാണത്. അത് ജയറാം പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അത് മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും അല്ലേ ജയറാമിന് അത് മാത്രം നിനക്ക് എനിക്ക്
ജയറാമിന്റെ അല്ല ഞാനിത് പറയുമ്പോ ശരിക്ക് നിക്ക് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ജയറാമിന്റെ പറയാൻ തുടങ്ങി. ഇനി ജയറാം ഇല്ല, നീ പറഞ്ഞു. അല്ല അത് പറ അത് പറ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലടാ, സോറിടാ. 3 പ്രാവശ്യം ജയറാമിന്റെ. ആ പറ അത് കംപ്ലീറ്റ് ചെയ്യ്. അതായത് ജയറാമിന്റെ ഇന്റർവ്യൂ അത് പറഞ്ഞത് വാക്ക് കറക്റ്റ് ആയിരുന്നു എന്ന് പറയാൻ വന്നതാണ്. ആ ഒരു മമ്മൂക്കനെ കാണുന്ന സീൻ അത് തിയേറ്റർ എന്താ പറയാ ഇളക്കി മറിക്കുന്ന ആള് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. അതെ. എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തു, ആ സമയത്ത് ഞാൻ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള പറഞ്ഞത്. ഒരു സംശയ കാര്യത്തിലില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു മമ്മൂട്ടി ആരാധകനായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാലും ഇത് ഇഷ്ടപ്പെടൂ. ആ ഒരു സീനല്ലാതെ സിനിമയിൽ അതിന് ശേഷം മമ്മൂട്ടി അങ്ങ് ഇരുത്തി കളഞ്ഞു എന്നുള്ളതല്ലേ തോന്നുക. മമ്മൂക്കയ്ക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞൊരു സംഭവം ഇത്രേ ഉള്ളൂ. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആക്ടർ ഈ ഒരു സിനിമ മമ്മൂക്കയ്ക്ക് അധികം കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ലാഞ്ഞിട്ട് പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരം. മമ്മൂക്കയ്ക്ക് എനിക്ക് തോന്നുന്നു മമ്മൂക്ക നേരത്തെ അത് വിഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സീൻ ഇത് തിയേറ്ററിൽ ഇളക്കും മറിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേട്ടോ. മൈൻഡിൽ അത് ഭയങ്കരമായിട്ട് അതുണ്ട്. പക്ഷെ അത് ക്ലൈമാക്സിൽ സംഭവിക്കണമായിരുന്നു. ഒന്നാമത് ഗംഭീര വേറെ ലെവലാണ്. കാരണം അവിടെ നിക്കണം. ഇപ്പൊ എന്താ റോളക്സിനൊക്കെ ആ സാധനം മതിയായിരുന്നു. ഇപ്പൊ റോളക്സ് വരുന്ന ആ ഒരു സീനിലായിരുന്നു ഇതിന് മുൻപ് അങ്ങനെ കണ്ടത്, അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ KGF 2 ആള് വീണ്ടും ഒരു തിരിച്ചു വന്നിട്ട് ആ ട്രക്ക് ഒന്ന് നിർത്തിയിട്ടില്ല വെടിവെപ്പിന്റെ സാധനല്ലേ ആ അമ്പോ അത്. പിന്നെ ജയിലറിൽ ലാലേട്ടൻ്റെയും ശിവരാജ്കുമാറിന്റെയും ഇതെനിക്ക് കിട്ടിയതാണ്. മനസ്സിലായി, അത് നന്നായിട്ട് മനസ്സിലായി. എന്താണെങ്കിലും അടുത്ത കിഴി അന്നപൂരണി നമ്മുടെ നയൻതാരേന്റെ സിനിമയായിരുന്നു. സിനിമ തിയേറ്ററിലും അധികം ഒന്നുമില്ലായിരുന്നു. പക്ഷെ OTT വന്നപ്പോൾ നെറ്റ്ഫ്ലിക്സും ഇപ്പൊ അത് പിൻവലിച്ചു കേട്ടോ. അത് സത്യം ഹൈന്ദവ സംഘടനാ പ്രതിഷേധം കാരണമാണ് സംഭവം പിൻവലിച്ചിട്ടുള്ളത്. അത് സത്യം തന്നെയാണ്. സത്യമാണ്. കുറച്ച് അതിൽ എനിക്ക് അങ്ങനെ തോന്നി. കാരണം അതിൽ മത്സരിക്കുന്നുണ്ട്. അതിന് മുൻപ് ബിരിയാണി വെക്കുന്നതിന് മുൻപ് ഒരു നിസ്കാരം, അത് ആളെ ഏത് എന്നുള്ളത് അവിടെ നോക്കണം. പിന്നെ ആൾ പ്രേമിക്കുന്നത് ആരും നോക്കണം. അതൊന്നും വിഷയമല്ല. പക്ഷേ അവിടെ അവരോട് പറയുന്ന സംഭവങ്ങളും എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ മാറ്റം വരുത്തണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് വെജിറ്റേറിയൻ മാറിയിട്ട് നോൺ വെജ് കഴിക്കുന്നതും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആ ഒരു ട്രാക്കിൽ പോകുമ്പോൾ ഈ ട്രാക്കിൽ അതായത് നിസ്കരിക്കുന്നതും അതിനുശേഷം ബിരിയാണിക്ക് അതൊരു ചേരുവ പോലെ തന്നെ പറയുമ്പോഴേ അത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്തൊക്കെയോ ഒരു കടത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. അടുത്ത എടുക്കും. ഓക്കെ, എന്തായാലും എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എന്തിനാ നിസ്കരിക്കുന്നൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. മത്സരം നടക്കവിടെ കാട്ട മത്സരം ആളിവിടെ അല്ല നിസ്കാരം. സാധാരണ ഇങ്ങനെയൊക്കെ ഇത് കുറച്ച് ഭക്തിയുള്ള ആൾക്കാർ ഇതിൽ കാണിക്കുകയാണെങ്കിൽ പോലും ജസ്റ്റ് ഒരു മനസ്സിലൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞ സാധനങ്ങൾ എല്ലാവരും ചെയ്യും. അതിപ്പോ ഏതിന്റെ ഒന്നുമില്ല, പക്ഷെ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നതല്ലേ എന്നാണ് തോന്നിയത്. അതാണ് പ്രശ്നം വരുന്നത്. അതൊരു വിഷയം തന്നെയാണ്. ഓക്കെ, അടുത്ത കിഴി തഗ് ലൈഫ്. അപ്പോൾ ഞാൻ മസനഗുഡി വഴി ഊട്ടി വഴി കിഴിയിലേക്ക് ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. തഗ് ലൈഫിനെ നീ അപമാനിക്കുന്നു. നീ കേട്ടോ ആ കൽക്കി അത് ശരിയാ. പക്ഷെ തഗ് ലൈഫ് ഓക്കെ, തഗ് ലൈഫ് സിനിമയിൽ 3 പേര്, അതായത് ഇവർ ഒഫീഷ്യലായിട്ട് ഓൺ ബോർഡ് എന്നുള്ള രീതിയിൽ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗൗതം കാർത്തിക്, അത് അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു, നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷെ ജോജു ജോർജ് അത് എവിടെ റൂമേഴ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് കാസ്റ്റിംഗ്. അതെ, ഞെട്ടിപ്പോയി. പിന്നെ നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി, അതും ഞെട്ടിച്ചു. മണിരത്നത്തിന്റെ നമുക്കറിയാം, മറ്റേ പൊന്നിയൻ സെൽവനിലൂടെ ആൾക്ക് അറിയാം അവരുടെ ഒരു കഴിവും അതിന്റെ ഒരു വലിപ്പവും. അതുകൊണ്ട് തന്നെയാണ് അതിപ്പോ അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ജയം രവി, പിന്നെ തൃഷ ഒക്കെ വന്നത്. ശരിയാണോ? തൃഷ ഉണ്ടല്ലോ അല്ലേ? ദുൽഖർ, പിന്നെ നമ്മുടെ OK കൺമണി, അതിന്റെ വൈബും. ആള് കിങ് ഓഫ് കത്ത് അത് കഴിഞ്ഞിട്ട് കാണാൻ നന്നായി. കൺമണിയിൽ നിർത്തിയത് കൊണ്ട് കിങ് ഓഫ് കത്ത് ഉണ്ടായിരുന്നെ ദുൽഖറിനെ മാറ്റിയത് ചുമ്മാ കേട്ടോ. അപ്പൊ അടുത്ത കിഴി. ഓക്കെ, അടുത്തത് ഇന്നത്തെ ദിവസം എന്റെ വയറ് അറിയുമല്ലോ, ദുൽഖർ ഫാൻസ് എല്ലാം കൂടി. സത്യം പറയുന്നതിന് എന്താണ് പ്രശ്നം? സത്യം പറയാൻ നമ്മൾ ആരും ഭയപ്പെടേണ്ട, ഒരാളെയും പേടിയുള്ളത് പോലെ തന്നെ. പിന്നെ മാത്രമല്ല നമ്മുടെ
തന്നെ അതല്ലേ യെസ് തീർച്ചയായും നമ്മൾ വിളിച്ചു പറയും. അതിനകത്ത് നമ്മൾ ആരെയും ഫാൻസിന്റെ മുഖമോ ഒന്നും നോക്കാറില്ല, പറയാനുള്ളത് പറഞ്ഞു. ഉദാഹരണം, അതായത് കാതൽ വരെയുള്ള സിനിമ മമ്മൂട്ടിയുടേത് എടുത്ത് നോക്കിയാൽ മതി. അതുവരെ ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കായിരുന്നു. ഇപ്പോൾ ഓസ്ലറിൻ്റെ റിവ്യൂ ഇട്ടു, അതിനുശേഷം ഇവർ മാരകമായിട്ടുള്ള മമ്മൂട്ടി ഹേറ്റേഴ്സാണ്, അതാണ് ഇതാണ് മോഹൻലാൽ ഫാൻസ് ആണെന്നൊക്കെ പറഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് തോന്നുന്നൊരു സംഭവം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുണ്ട്. നമ്മൾ ഈ ഓസ്ലറിന്റെ റിവ്യൂ ഇട്ടതിന് ശേഷമാണ് ഭ്രമയുഗത്തിന്റെ ടീസർ റിയാക്ഷൻ ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വേറെ രീതിയിലാണ്. സംഭവം എന്താ പറയാ, സിനിമ ഏത് സിനിമയാണോ നമുക്കിപ്പോ റിലീസിനോട് അടുക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പറയണ്ട. ഇപ്പം മലയക്കോട്ടെ വാലിബനെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മോഹൻലാൽ ഫാൻസ് ആണെന്ന് പറഞ്ഞു വരുന്നത്. സംഭവം അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കിപ്പോ ആ സിനിമ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സിനിമ എന്ന് പറയുന്നത് മലയക്കോട്ടെ വാലിബൻ തന്നെയാണ്. ഇപ്പൊ മലയാളത്തിൽ ഇനി ഇറങ്ങാനുള്ളത് ഫസ്റ്റ് വരുന്നത് കേട്ടോ. അതിനുശേഷം ഭ്രമയുഗം, ARM, ആടുജീവിതം, അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ഇനി അങ്ങനെ വരുന്ന ഒരു സിനിമ മലയക്കോട്ടെ വാലിബൻ. അപ്പൊ നമ്മൾ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇങ്ങനെ ഫാനിസം അല്ലെങ്കിൽ ഇന്ന ആളോടുള്ള ഇഷ്ടക്കൂടുതൽ, ഇന്ന ആളോട് ഇഷ്ടക്കുറവ്, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അല്ല, ഇതിനു മുൻപ് നമ്മൾ മമ്മൂട്ടിയുടെ സിനിമകളുടെ അത് ചെയ്തത് എങ്ങനെയാന്നുള്ളത് നോക്കിയാൽ മതി. അത്ര വേണം. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കമന്റ് ഞാൻ കണ്ടു, അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഏതാണെന്നറിയോ, നമ്മുടെ ഞാനിപ്പോ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ മമ്മൂട്ടിന്റെ സിനിമകളുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ CBI അല്ലേ, ഏതായിരുന്നു ഭ്രമയുഗം, നമ്മുടെ അമൽ നീരദിന്റെ സിനിമ ഭീഷ്മപർവം. ഈ ഓസ്ലറിന്റെ റിവ്യൂവിന്റെ അടിയിൽ ഭീഷ്മപർവം ഇവന്മാര് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരാണ്. ഞാൻ ഞെട്ടിപ്പോയി. അയാള് ആ ഒരു വീഡിയോ ഒന്നും എടുത്ത് ശരിക്കും കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞു. വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവാണ്. അത് ഒരു രസമാണോ? രസം അതൊക്കെ അത് ഓരോരുത്തർക്കും ഒരു വൈബാണല്ലോ. അടുത്തത് മലൈക്കോട്ടെ വാലിബൻ. മസനഗുഡിയിൽ നിന്ന് ഞാൻ എങ്ങോട്ടുമില്ല, മസനഗുഡിയിൽ തന്നെ നിന്നോളാം. ഊട്ടിയിലേക്കുമില്ല, ഒരു ചട്ടിയിലേക്കുമില്ല. ജനുവരി 25 സിനിമ റിലീസിനെത്തുകയാണ്. സിനിമയുടെ FDFS ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 6:30. ഇത് രാവിലെ 6:30. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ മനോരമ, പിന്നെ JGI, പിന്നെ വാലിബൻ ടീം, ഇവർ 3 പേരും കൂടിയിട്ട് ഒരു സ്ട്രോങ് മാൻ ചാലഞ്ച് നടത്തുന്നുണ്ട് കൊച്ചിയിൽ. അതായത് നമ്മുടെ ബോഡി ബിൽഡേഴ്സ്, വെയിറ്റ് ലിഫ്റ്റേഴ്സ്, പവർ ലിഫ്റ്റേഴ്സ് ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഇനി പറയാനുള്ളതാണ്, അതായത് ഇതിന് കിട്ടുന്ന സമ്മാനം, ഇതിന്റെ പ്രൈസ് ട്രെയിലർ ലോഞ്ച് ഇവന്റിന്റെ ഇടയ്ക്കായിരിക്കും ഇതിന് പ്രൈസ് കൊടുക്കുക എന്നാണ്. ട്രെയിലർ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായേ? നമുക്ക് മുന്നേ അറിയാമായിരുന്നല്ലോ. നമുക്കറിയായിരുന്നു, എന്നാ പോലും രാജഗോപാൽ വന്ന് തൊടുന്നുണ്ടല്ലോ. ഇല്ല, ഇപ്പല്ല, പിന്നെ എപ്പോഴെങ്കിലും നിറക്കാം, റീഫിൽ ചെയ്യാനില്ല. പോ എന്റത് കഴിഞ്ഞു ഇച്ചിരി തരുമത്. അടുത്തത്, അയ്യോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഊട്ടിയിലേക്കുള്ള ഒരു ചട്ടിയിലേക്കില്ല എന്ന്. സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ചട്ടിയിലപ്പോ കിടക്കുന്നത്, വറുത്തെടുത്തോണ്ടിരിക്കാൻ. അയ്യോ ചെറുതാ. ഫൈറ്റർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നു 15-ാം തീയതി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15-ാം തീയതി ആയിരിക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ ഒഫീഷ്യലി വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നു. എന്റെ കീഴിൽ ഞാൻ പറഞ്ഞു കേട്ടോ. സുസുടെ അത് കഴിഞ്ഞു. നീ തന്നെ ഓടിച്ചോട്ടെ, കുറച്ചായിട്ട് തരാന്ന് പറഞ്ഞു. ഇനി കയറ്റ്, വിഷം കയറ്റ്, എന്നിട്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും കീഴ് എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.